ആദീസ് ന്യൂട്രിക്കോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് കക്കാരച്ച ആണോ എന്ന് ചോദിച്ചാൽ അതെ, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അതിഭയങ്കരമായിട്ട് കക്കാരച്ച കഴിക്കണമെന്ന് കൊതി തോന്നിയപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് വാങ്ങി തന്ന കക്കാരച്ച എന്ന് പറഞ്ഞ് ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ള കക്കാരച്ചയാണിത്. കടലും കടൽ ചിപ്പികളും ഒക്കെ എന്റെ വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഇത് കഴുകലും വൃത്തിയാക്കലുകളും ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. സോ ഇങ്ങനെയാണ് നമുക്കിത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മൾ ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പുകല്ലൊക്കെ ഇട്ട് ഒരു വലിയ പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. കാരണം ഇത് നല്ല ഹാർഡായിരുന്നു. ഇപ്പൊ കുറച്ചൊന്ന് ചൂടായപ്പോഴാണ് ഇത് ഇത്തിരിയെങ്കിലും തുറന്നിട്ടുള്ളത്. നല്ല കട്ടിയാണ്. സോ ഇങ്ങനെ ചൂടായി വരുമ്പോഴേക്കും അതിങ്ങനെ അത്യാവശ്യം തുറന്നു വരുന്നുണ്ട്. നമ്മൾ കുറച്ചധികം നേരം ഇതൊന്ന് തിളപ്പിക്കുന്നുണ്ട്. ഒരു 10-15-20 മിനിറ്റോളം നമ്മൾ അത് തിളപ്പിച്ചതിന് ശേഷമാണ് ഇനി ഇത് ക്ലീൻ ആക്കി എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇതിനെ വെട്ടി തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് എടുത്ത് നോക്കുന്നുണ്ട് എല്ലാം ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ടോ എന്നുള്ളത്. സോ അങ്ങനെ എല്ലാം ഓപ്പൺ ആയതിനു ശേഷം നമ്മളതൊന്ന് തണുക്കാൻ വെച്ചിട്ട് നമ്മളത് തുറന്ന് ഇതിനുള്ളിലെ മീറ്റ് എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിനുള്ളിലേക്ക് ആ മീറ്റ് ഒക്കെ എടുത്തിരുന്നുണ്ട്. അപ്പൊ ഇത് എടുത്തപ്പോൾ തന്നെ നമുക്ക് സംഭവം മനസ്സിലായി, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കക്കാരച്ച അല്ല ഇതെന്നുള്ളത്. സത്യത്തിൽ ഇത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ചെറിയൊരു ഒച്ചിന്റെ ഷേപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒച്ചൊന്നും അല്ല, കക്കാരച്ച തന്നെയാണ് സാധനം, എഡിബിൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ 2 കിലോ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുള്ള മീറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കക്കാരച്ചി പോലെ തന്നെ അതിനുള്ളിൽ ചെറുതായിട്ടൊരു കറുപ്പ് കളർ ആ ഒരു ക്ലീൻ ചെയ്ത് കളയാനായിട്ടുണ്ട്. സോ നമ്മളത് ക്ലീൻ ചെയ്ത് കളയാണ്. ഇതിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീറ്റ് ഇപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇതിനൊരു കുഞ്ഞു സവോളയും 2 പച്ചമുളകും ഒരു 2 അല്ലി വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു. നന്നായി വഴണ്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് മസാലയുടെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ നമ്മുടെ മീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ആ എണ്ണയിൽ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം നന്നായിട്ട് സിമ്മിൽ തിളച്ച് വറ്റി വരണം. അങ്ങനെ വെള്ളം മൊത്തം വറ്റിച്ചെടുത്ത് നമുക്കിത് നല്ല ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ഞാൻ പുതിയതായിട്ടൊരു സീ ഫുഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ കക്കാരച്ചിക്ക് പകരം ഇതാണ് കിട്ടുന്നതെങ്കിൽ ആരും മടിക്കേണ്ട, നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. സോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്